നമസ്കാരം. ഇന്ന് മണി ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് തനിക്കിൻ്റെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് തനിക്ക് എന്ത് പറഞ്ഞ് സെർച്ച് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം ലൊക്കേഷൻ ഓണാക്കുക. ലൊക്കേഷൻ ഓണാക്കിയിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, തനിക്കിൻ്റെ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ മൊബൈൽ നമ്പർ, അതേപോലെ പാസ്വേഡ്, ഓക്കെ, കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന സ്ക്രീനാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് DMR ആണ്. DMR എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൊമസ്റ്റിക് മണി റെമിറ്റൻസ്, അതായത് മണി ട്രാൻസ്ഫർ. ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടത് വന്നിരിക്കുന്ന കസ്റ്റമർ, ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ സെൻറ്ററിൽ വന്നിട്ട് ഇതേപോലെ ഒരു 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ വേറൊരാൾക്ക്, അതായത് ഡൽഹിയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഉള്ള ഒരാൾക്ക് അയക്കണം എന്ന് പറയുവാണെങ്കിൽ ആ വന്നിരിക്കുന്ന കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പർ വെച്ചിട്ട് എന്ത് ചെയ്യണം, ആളുടെ മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യാം, ലോഗിൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് ചോദിക്കും ഗിവൺ മൊബൈൽ നമ്പർ നോട്ട് രജിസ്റ്റർഡ്. ഇതുവരെ ആ ഒരു മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമോ എന്ന് ചോദിക്കും. അപ്പോൾ എന്ത് കൊടുക്കാം, രജിസ്റ്റർ കൊടുക്കാം. ഓക്കെ, രജിസ്റ്റർ കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ചോദിക്കുന്നത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അത്രയും കാര്യങ്ങൾ. ഈ വന്നിരിക്കുന്ന കസ്റ്റമർ ആരാണോ അയാളുടെ ജെൻഡർ, അതേപോലെ തന്നെ നെയിമും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എന്താണ്, ആ ഒരു വന്നിരിക്കുന്ന കസ്റ്റമറിൻ്റെ പേരിൽ നമ്മളൊരു ലോഗിൻ ID ഉണ്ടാക്കി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വന്നല്ലോ, ആ ഒരു കസ്റ്റമർ വന്നു, അയാൾക്ക് എന്താണ് അയാളുടെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് എത്രയാണ് 1000 രൂപ അല്ലെങ്കിൽ 10000 രൂപയാണ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൊടുക്കുന്ന ബെനിഫിഷ്യറി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആർക്കാണോ അയക്കേണ്ടത് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും പേരും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഡ് ബെനിഫിഷ്യറി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാമല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൻ്റെ അകത്ത് ഓൾ ബാങ്കും ഉണ്ട്, ഗ്രാമീൺ ബാങ്കും ഉണ്ട്. ഗ്രാമീൺ ബാങ്കിൻ്റെ അത് എടുക്കേണ്ടത് നമ്മൾ ഓൾ ബാങ്ക് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം ചോദിച്ചിരിക്കുന്നത് ബാങ്കും IFSC കോഡുമാണ്. അപ്പോൾ ബാങ്ക് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ സെലക്ഷൻ ഓപ്ഷൻ അതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് അവിടെ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യാം, ഏതാണോ നമുക്ക് അയക്കേണ്ട ബാങ്ക് ആ ബാങ്ക് സെലക്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്, സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ഓക്കെ, ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സെലക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് അവിടെ ഒരു IFSC കോഡ് വന്ന് അത് നോക്കണ്ട, അതവിടെ കിടന്നോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കാം. അക്കൗണ്ട് നമ്പർ നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, അക്കൗണ്ട് നമ്പർ 2 പ്രാവശ്യം കൊടുക്കണം, അത് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം പേര്, ആർക്കാണോ നമ്മൾ അയക്കുന്ന അയാളുടെ പേര്, ബാങ്കിൽ കൊടുത്തിരിക്കുന്ന പേര് ഏതാണോ അത് കൊടുക്കുക. അറിയാവുന്നെങ്കിൽ അത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കറിയാവുന്ന പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക. ഓക്കെ, കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു OTP നമുക്ക് എന്താണ്, സെൻറ്റർ, നമ്മൾ ആരാണോ സെൻറ്ററായിട്ട് രജിസ്റ്റർ ചെയ്തത്, അതായത് കസ്റ്റമർ, ഇപ്പോൾ വന്ന കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 160941 ആണ്, 60941. അത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അവിടെ എന്താ, ബെനിഫിഷ്യറി ആഡായി. ഓക്കെ, നമ്മളതിനെ വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ വെരിഫൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് ചിലപ്പോൾ കൊണ്ടുവന്ന് തരുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറും പേരും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു നമ്പറോ അല്ലെങ്കിൽ പേരോ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അക്കൗണ്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന പൈസ കയറാണ്ടിരിക്കാൻ അതുവഴി നമ്മൾ ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്ത് ആ ഒരു 3 വര കണ്ടോന്ന് ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. അതിനകത്ത് ഒരു 3 ഡോട്ട്സ് കാണാം. ആ 3 ഡോട്ട്സിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് അക്കൗണ്ട് വെരിഫൈൻ്റെ താഴെ ക്ലിക്ക് വെരിഫൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിലെന്ത് ചെയ്യാം,
ജസ്റ്റ് ക്ലിക്ക് വെരിഫൈ കൊടുക്കുക. അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന വെരിഫൈ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും ഓട്ടോമാറ്റിക് ആ ഒരു എമൗണ്ട് നമ്മൾ ഇങ്ങോട്ടേക്കാണ് അയക്കുന്ന അയാളുടെ അക്കൗണ്ടിൽ പോയിട്ട് എന്ത് പറ്റും, അത് വെരിഫൈഡ് ആവും. വെരിഫൈഡ് ആയി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അതേപോലെ തന്നെ അക്കൗണ്ട് നമ്പറിൽ വ്യത്യാസമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വെരിഫൈഡ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ വെരിഫൈഡ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മൾ പേയ്മെൻറ്റ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഗോ ടു ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സെൻറ്ററിൻ്റെ പേര്, മൊബൈൽ നമ്പർ, അതേപോലെ നമ്മൾ എങ്ങോട്ടേക്കാണ് അയക്കേണ്ടത്, അതിൻ്റെ ബെനിഫിഷ്യറിയുടെ പേര്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മൾ എടുക്കേണ്ടത് IMPS ആണ്. IMPS സെലക്ട് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് വന്നിരിക്കുന്ന കസ്റ്റമർ അയക്കാൻ പറഞ്ഞിരിക്കുന്ന എത്രയാണോ ആ ഒരു എമൗണ്ട് അവിടെ കൊടുക്കുക. അപ്പോൾ ഞാൻ 100 രൂപയാണ് അയക്കുന്നത്. 100 രൂപ അയച്ചിട്ട് എന്ത് ചെയ്യും, റിമാർക്സിൽ എന്തെങ്കിലും ഫ്രം ഈ പറഞ്ഞ പോലെ എന്താണ് വന്നിരിക്കുന്ന കസ്റ്റമറിൻ്റെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്താണോ അവിടെ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. ഓക്കെ, കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കും 100 രൂപ അതിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ 10 രൂപ സർവീസ് ചാർജും വെച്ചിട്ട് എന്ത് ചെയ്യാം, അയക്കണോ വേണ്ടതെന്നുള്ളത് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യും, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ വാലറ്റിൽ നിന്ന് 100 രൂപ പ്ലസ് അതിൻ്റെ ട്രാൻസാക്ഷൻ ചാർജൊക്കെ അടക്കം എന്ത് പറ്റും, ഈ പറയുന്ന എമൗണ്ട് നമ്മുടെ നിന്ന് പോകും. അതേപോലെ തന്നെ കസ്റ്റമറിന്, അതായത് അയച്ചിരിക്കുന്ന ആൾക്ക് അപ്പോൾ തന്നെ അവിടെ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, പിന്നെ അതിൻ്റെ റെസിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡിൻ്റെ ബട്ടൺ മുകളിൽ കാണാം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റെസിപ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇതിൽ മണി ട്രാൻസ്ഫർ, അതായത് DMR ചെയ്യുന്നത്. ഓക്കെ.